ധോത്തി ചാലഞ്ചിന്റെ കാര്യം 2,72,000 തുണികളാണ് രാംരാജിൽ നിന്ന് ഇവർ വാങ്ങിയത്. 2,72,000 ധോത്തികൾ. ഇവർ പറഞ്ഞിരുന്നത് 725 രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതും ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ തുണി, ആ തുണിക്ക് യഥാർത്ഥത്തിൽ 200 രൂപ പോലും വിലയുണ്ടായിരുന്നില്ല. അത് അവർക്ക് സമ്മതിക്കാം, കാരണം 200 രൂപയെ അതിന് വില ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പണം സ്വരൂപിക്കുക, ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങൾ രാംരാജിൽ നിന്ന് 2,72,000 ധോത്തി വാങ്ങിയപ്പോൾ അതിന് അവർ തന്ന ബില്ലിതാ എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം. അല്ലാതെ 725 രൂപ എന്ന സ്റ്റിക്കർ 200 രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇട്ട പോസ്റ്റ്, 3 വർഷം മുമ്പ് ഇട്ട പോസ്റ്റിൽ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം കാണാം. എന്താണ് അതിൽ പറയുന്നത്? ഒരു സുഹൃത്ത് പറയുകയാണ്, ഇതിൽ ഒരുപാടുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരുന്നുണ്ട്. ചേറൂരുള്ള ഒരു ബഷീർ KPM, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ, യൂത്ത് ലീഗ് പ്രവർത്തകനാണ്, എഴുതിയിരിക്കുകയാണ്, ധോത്തി ആവേശത്തോടെയാണ് ഞാനും ഏറ്റുവാങ്ങിയത്. പക്ഷേ അതിലടിച്ച MRPയുടെ വിലക്കുള്ള മൂല്യം അതിനില്ലെന്ന് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി. സത്യാവസ്ഥയറിയാൻ രാംരാജ് തിരുപ്പൂർ കേന്ദ്രത്തിലേക്ക് വിളിച്ചു. മാനേജർ വേദനയോടെ പ്രതികരിച്ച പല കാര്യങ്ങളും പാർട്ടിക്ക് ചേരുന്നതായില്ല. ആ കാര്യങ്ങളൊന്നും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും രാംരാജിന്റെ ഈ തുണിക്ക് 720 രൂപയുടെ അടുത്തുപോലും വിലയില്ലെന്ന് ബോധ്യമായി. പാർട്ടിയേക്കാൾ ഇതിൽ തിരിച്ചടി രാംരാജ് കമ്പനിക്കായിരിക്കും. കഷ്ടം. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്കിന് താഴെ 3 വർഷം മുമ്പ് അദ്ദേഹം ധോത്തി ചാലഞ്ചിനെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിന്റെ താഴെ വന്നുകൊണ്ട് ഇട്ട പോസ്റ്റാണിത്. പിന്നെ നമ്മളുടെ നിരവധി പോസ്റ്റുകളുണ്ട്. സാലിഹ് പാലത്തിങ്ങൽ, അതൊക്കെ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റിന് താഴെയുള്ള പോസ്റ്റുകളാണ്. മുണ്ടുകൾ എല്ലാ നാട്ടിലും വിതരണം കഴിഞ്ഞു, ഞാനും പങ്കെടുത്തു. പക്ഷേ മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുക്കുമ്പോൾ മിനിമം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എടുക്കുന്നതാവും എന്ന പ്രതീക്ഷയോടെയാണ് പങ്കാളിയായത്. തീർത്തും വ്യത്യസ്തമായിരുന്നു. വെറും ഒരു പോളിസ്റ്റർ തുണിയാണ് എല്ലാ ആളുകൾക്കും കിട്ടിയത്. ഇത് വേണ്ടായിരുന്നു. 600 രൂപ വാങ്ങിയിട്ട് 2 ലക്ഷത്തിന്റെ മീതെ തുണി രാംരാജിൽ നിന്നും വാങ്ങി എന്നുള്ളത് ഏതൊരാൾക്കും അറിയും. ഇതിന് 250ന്റെ മുകളിൽ വില വരില്ല എന്ന്. ഇവരാരും DYFIക്കാരല്ല. സാലിഹ് പാലത്തിങ്കൽ, ഷബീർ ET, ഗ്രീൻ സോൺ എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലിട്ട പോസ്റ്റ്, അതെല്ലാം അതിന്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ബാക്കി കൂടുതൽ വായിക്കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഈ തുണിയുടെ അവസ്ഥ. നമ്മൾ സാധാരണ ഒരു ചാലഞ്ച് നടത്തുമ്പോൾ പറയും എന്ത്, 600 രൂപ, അതിൽ 200 രൂപ പാർട്ടിക്കായിരിക്കും, ബാക്കി 400 രൂപക്ക് ഞങ്ങൾ റീറ്റെയിലിൽ
600 രൂപക്ക് കിട്ടുന്ന തുണി 400 രൂപക്ക് വാങ്ങി നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലായിട്ടൊരു തുണി പോയി എടുക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ മുടക്കേണ്ടി വരുന്ന തുകയെ അവർ മുടക്കേണ്ടതുള്ളൂ. ഇതിന് പകരം ഇത് 100 രൂപ എന്ന് വെച്ചാൽ 2.5 കോടിയാണ്, 2.25 കോടിയായി. 100 രൂപ ഇതിൽ നിന്ന് 16.5 കോടി രൂപയോളം വരും. 2,72,200 ഇൻറ്റു 600, 2,72,200 ഇൻറ്റു 600 16.5 കോടി രൂപയായി. 100 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ എത്രയായി? 2 കോടിയിലധികമായി. അപ്പൊ 100 രൂപ വെട്ടിച്ചാൽ മതി. കമ്പനിക്കാരോട് പറയാം, നിങ്ങൾ തരുന്നത് ഇത്ര വിലക്ക്, പക്ഷെ ബില്ല് 100 കൂട്ടിയിടണം അല്ലെങ്കിൽ 200 കൂട്ടിയിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കള്ളബില്ലുണ്ടാക്കാമല്ലോ. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ വെല്ലുവിളിക്കുന്നു. യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വെല്ലുവിളിക്കുന്നത്, അല്ലാതെ MLA, ഇടതുപക്ഷ സഹയാത്രികൻ അതൊന്നും ഗൗനിക്കേണ്ട. രാംരാജിൽ നിന്ന് നിങ്ങൾ 2,72,200 ധോത്തി വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് അവര് GST ഉൾപ്പെടെ ഉള്ള ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ല് പുറത്തുവിട്ട് അവരുടെ നിരപരാധിത്വം അവർ തെളിയിക്കാൻ സന്നദ്ധമാകണം. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർ പുറത്തു വിടൂലേ? കയ്യിലുണ്ടെങ്കിൽ എപ്പോഴോ പുറത്തു വിടും. ഒരു ദിവസം 4 പത്രസമ്മേളനം നടത്തുന്ന ആളല്ലേ മൂപ്പര്. ഞാൻ ബില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ബില്ലിന്റെ കോപ്പി അന്ന് തന്നെ പുറത്തു വിടും. അപ്പൊ ബില്ലില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.